ഈ രാജ്യത്തിന്റെ ഭരണഘടന പോലും അവരുടെ ഇഷ്ടത്തിന് മാറ്റിമറിക്കാനുള്ള ഒരു നമ്പറിലേക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഗൂഢലക്ഷ്യം തകർക്കപ്പെട്ടപ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും അവരുടെ അധപതനത്തിന്റെ കൗണ്ടർ അവിടെ വെച്ച് തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ആദ്യത്തെ അജണ്ട അവരുടെ പരാജയപ്പെട്ടപ്പോൾ ഉടനെ തന്നെ തമിഴ്നാട്ടിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് ആക്രോശിക്കുകയാണ്. എന്താണ് ആക്രോശിക്കുന്നത്? സ്ത്രീകളെ കോൺഗ്രസ് ആണ് വഞ്ചിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ 29 മിനിറ്റാണ് രാജ്യത്തോട് സംസാരിച്ചത്. 59 പ്രാവശ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി വനിതകൾക്ക് സംവരണം ഉൾപ്പെടെ 33% നൽകിയ കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിച്ചുകൊണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 59 പ്രാവശ്യമാണ് കോൺഗ്രസിനെതിരെ ആ ഒരു 29 മിനിറ്റിൽ, എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ 2 പ്രാവശ്യം കോൺഗ്രസിനെതിരെ പറയുക. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ടോ? ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടോ? ആ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടാൻ, ഒരു നോട്ടീസ് കൊടുക്കാൻ തയ്യാറായോ? ഇത്രയും വലിയ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ ലംഘനമുണ്ടായപ്പോൾ നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ആ നമ്മുടെ വനിതാ സംവരണത്തിന്റെ പേര് പറഞ്ഞ് ഡീലിമിറ്റേഷൻ നടപ്പാക്കാനുള്ള ശ്രമം 850 ആക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പിച്ചോളൂ, ബിജെപിയുടെ ഉദ്ദേശം ഭരണഘടനയെ പോലും മാറ്റിമറിച്ച് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്തെയും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും മാറ്റാനുള്ള ശ്രമം തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ തിരിച്ചറിയുന്നു. ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തോടെയുള്ള രാഹുൽ ഗാന്ധിജിയുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം രാജ്യം കേട്ടതാണ്. മല്ലികാർജുൻ ഖാർഗെജിയുടെ രാജ്യസഭയിലെ പ്രസംഗം കേട്ടതാണ്. പ്രിയങ്ക ഗാന്ധിജിയുടെ ആ ഒരു പ്രസംഗം നമ്മൾ കേട്ടതാണ്. അവരുടെ വാക്കുകളിലെല്ലാം എത്രയോ കാലമായി കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രാജീവ് ഗാന്ധിയുടെ സ്വപ്നം നടപ്പിലാക്കിയ പാർട്ടി, അതിനുശേഷം സോണിയാഗാന്ധിയുടെ സ്വപ്നം നമ്മൾ കൊണ്ടുവന്നതാണ്, രാജ്യസഭയിൽ പാസാക്കിയതാണ്. പക്ഷെ അതിനുശേഷം ഈ ബിജെപിക്കാരെവിടെയായിരുന്നു? നമ്മുടെ കൂടെ ചില സാഹചര്യമുണ്ട്, നമുക്കത് നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ 2023 ഇത് കൊണ്ടുവന്നപ്പോൾ കൃത്യമായി ഐക്യത്തോടെ, പക്ഷെ അന്നും നമ്മൾ പറഞ്ഞതാണ് ഈ ജനസംഖ്യയും സെൻസസും ഡീലിമിറ്റേഷനും മണ്ഡലം പുനർനിർണയവും ഒന്നും വനിതാ സംവരണവുമായി കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല എന്ന് അന്ന് തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞതാണ്. രാഹുൽജിയും സോണിയാഗാന്ധിയും 2017-ലും 2018-ലും ഒക്കെ ഇവർക്ക് കത്തെഴുതിയതാണ് ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാതെ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടിയത് തന്നെ ഇതൊരിക്കലും നടപ്പിലാക്കാൻ പാടില്ല എന്ന് ബിജെപി RSSന്റെ ചിന്താഗതിയായ ഇതുവരെ അവർക്കൊരു പാർട്ടി പ്രസിഡന്റ് ഒരു വനിതയുണ്ടോ ബിജെപിക്ക്? ഈ മുതലക്കണ്ണീർ ഒഴുക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉത്തരം പറയണം. മണിപ്പൂരിലെ സ്ത്രീകൾക്ക് നേരെ നടന്ന ആ ഏറ്റവും വലിയ ക്രൂരതയ്ക്ക് ഒരു ശബ്ദം ഈ പ്രധാനമന്ത്രി ഒന്നും ഇല്ലയോ? ഹത്രാസും ഉണ്ടായോ? നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ വനിതാ താരങ്ങൾ ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ നേടിയവർ ജന്തർ മന്ദറിലെ തെരുവുകളിൽ വന്ന് ആത്മാഭിമാനത്തിനായി സമരം ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഈ പ്രധാനമന്ത്രി? ഇതിനൊന്നും സ്ത്രീകളോടൊപ്പം നിൽക്കാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങളാണ് സ്ത്രീകളുടെ സംരക്ഷകർ എന്ന ഒരു വാദവുമായി വന്നു കഴിഞ്ഞാൽ പുച്ഛത്തോടെ ഇന്ത്യയിലെ സ്ത്രീകൾ, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, നിങ്ങളെ ഞങ്ങൾ തള്ളുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കിന് 100 വട്ടം പറയുകയാണ് നീ സാഫേ എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന, സോണിയാഗാന്ധി ആവശ്യപ്പെടുന്ന
രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്ന, പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെടുന്ന, മല്ലികാർജുൻ ഖാർഗെജി ആവശ്യപ്പെടുന്ന, ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്ന ഈ 33% സംവരണം വനിതകൾക്ക് ഉടൻ നടപ്പിലാക്കാനുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിക്കൂ. പൂർണ്ണ പിന്തുണ കോൺഗ്രസ് പാർട്ടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കുമെന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ വെറും വാക്ക് പറഞ്ഞതല്ല. അതുകൊണ്ട് ഇതൊരു സൂചനാ സമരമാണ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരത്തിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ലക്ഷ്മി ആർ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗായത്രി, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവരും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്.